ഹായ് ഓൾ. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ലെറ്റ് ഗോ ഓഫ് ഫാൾസ് ഈഗോ, പിന്നെ ഫ്ലോ വിത്ത് ദ റിതം, പേഷ്യൻസ്, പിന്നെ ബിക്കം മൈ ഡിവോട്ടി എന്നുള്ള 4 കാർഡ്സാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് നമുക്കിവിടെ കിട്ടുന്നത് എന്താണ് ഡിവൈനിറ്റി എന്നുള്ളത് നിങ്ങൾ അറിയുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഈഗോ മാറ്റുക, നിങ്ങളുടെ ഉള്ളിലുള്ള ഈഗോ മാറ്റിയതിന് ശേഷം നിങ്ങൾ ഭഗവാനെ അറിയാൻ ശ്രമിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ആ ഈഗോ എന്ന് പറയുന്നത് നിങ്ങൾക്കും ഭഗവാനിലും ഇടയ്ക്ക് ഒരു മറയായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഈഗോ അല്ലെങ്കിൽ സ്വാർത്ഥത മനോഭാവം നിങ്ങളങ്ങ് മാറ്റുക, അതിനുശേഷം ഭഗവാനെ അറിയാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും തന്നെ ഒരേ ഒരു സൃഷ്ടിയുടെ ഒരു ഭാഗമാണെന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ജീവിതത്തിൽ എല്ലാം കൃത്യമായി നടക്കേണ്ട സമയത്ത് നടക്കേണ്ട രീതിയിൽ നടന്നോളും. അതിനെല്ലാം നിങ്ങളൊരു സാക്ഷി മനോഭാവത്തിൽ കണ്ട് അതിനെ അംഗീകരിച്ച് ഒഴുക്കിനൊത്ത് നീന്തുക എന്നുള്ള മനോഭാവത്തിൽ തന്നെ ജീവിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങളെയും നിങ്ങളുടെ പ്രവൃത്തികളെയും ഭഗവാൻ നന്നായിട്ട് കാണുന്നുണ്ട്. എല്ലാത്തിനും നിങ്ങൾക്ക് റിസൾട്ട് പ്രതിഫലം തരുന്നതാണ്. ക്ഷമയോടെ കാത്തിരിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും, നിങ്ങളുടെ ഹൃദയശുദ്ധതയും, നിങ്ങളുടെ എല്ലാ പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് തരും തന്നെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഗീത ഡെക്കിൽ നിന്ന് കിട്ടിയ കാർഡ് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഗീതാ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാനെ സദാസമയവും നിങ്ങൾ സ്മരിക്കുക, ഭഗവാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും, ഭഗവാന്റെ ഭക്തരാകുക കേട്ടോ. പിന്നെ ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുക, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നടന്നോളും. അതുപോലെ തന്നെ ഭഗവാനെ ഉറച്ച് വിശ്വസിക്കുക. ഓരോ പ്രവൃത്തിയും ഭഗവാന്റെ ഓരോ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ ഭഗവാനിൽ സറണ്ടർ ചെയ്യുക, അർപ്പണം ചെയ്യുക. നിങ്ങളുടെ ഈ സമ്പൂർണ്ണമായിട്ടുള്ള ഈ സമർപ്പണം ഭഗവാനെ നിങ്ങൾക്ക് നേടിയെടുക്കാനാകും. ഭഗവാൻ നിങ്ങൾക്ക് തന്നെ ഭഗവാനെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അപ്പോൾ ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിക്കാനും എപ്പോഴും സ്മരിക്കാനും ഒക്കെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.